എയിംസിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് തള്ളി ആലപ്പുഴയ്ക്കായി വാദിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എയിംസ് വിഷയത്തിൽ തനിക്ക് ഒറ്റ നിലപാടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പറയാനുള്ളതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതികരണം. ഇതിനിടെ എയിംസിനായി അവകാശവാദം ഉന്നയിച്ച് കൂടുതൽ ബി.ജെ.പി. ജില്ലാ നേതൃത്വങ്ങൾ രംഗത്തെത്തി. തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്ന് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞു. നമ്മൾ 2021 മുതൽ തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പാറശാല നിയോജക മണ്ഡലത്തിൽ തന്നെ കള്ളിക്കാട് പഞ്ചായത്തിൽ നെട്ടുകാൽ തേരി ഓപ്പൺ ചേരി അവിടെ 250 ഏക്കറിലധികം സ്ഥലം വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലം അവിടെയാണ്. എയിംസ് വരണമെങ്കിൽ ഇത്തരം മെഡിക്കൽ ഹബിൻ്റെ ആവശ്യമുണ്ട്. അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരണം എന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടെ സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ആലപ്പുഴ MP KC വേണുഗോപാൽ പ്രതികരിച്ചു. എന്നാൽ ആലപ്പുഴയിൽ എയിംസ് പ്രഖ്യാപിക്കാൻ സുരേഷ് ഗോപി ആര് എന്നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ ചോദ്യം. ആലപ്പുഴയിൽ എയിംസ് വരുന്നതിനൊന്നും ആരും എതിരല്ല, നല്ലതാണ്. അത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചിട്ട് ആലപ്പുഴയിൽ തന്നെ തുടങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ട് കേരളത്തെ അറിയിച്ചാൽ മതിയല്ലോ. അറിയിച്ചു കഴിഞ്ഞാൽ അതിന് സ്ഥലം എടുത്ത് കൊടുക്കും, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. ഇതങ്ങനെയൊന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. ആരോഗ്യവകുപ്പ് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അവരാണല്ലേ പറയേണ്ടത്. അതൊന്നും മിണ്ടുന്നില്ല. ഇയാളിങ്ങനെ വന്നിട്ട് ഇതുപോലെ ഓരോരുത്തരാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുക, എന്നിട്ട് കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് ഉള്ള പ്രചാരവേല നടത്തുക. ഇത് വെറും തട്ടിപ്പാണ്. അത് യാതൊരുവിധ എന്തെങ്കിലും ഒരു ഇതുണ്ട്, അടിസ്ഥാനം എന്തെങ്കിലും വേണ്ടേ? അദ്ദേഹം ഒരു ഉത്തരവ് മേടിച്ചിട്ടാണ് കൊണ്ടുവന്ന് കാണിക്കുന്നതെങ്കിൽ മനസ്സിലാവില്ല. അത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ അറിയിക്കില്ല, MP അല്ലല്ലോ അറിയിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക്. ഉമേഷ്, കേരളത്തിലൊരു എയിംസ് വേണമെന്നുള്ള ആവശ്യം നമ്മൾ എത്രയോ കാലങ്ങളായി കേൾക്കുന്നതാണ്. ഇപ്പോഴും അങ്ങനെ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവിടെയാണ് സുരേഷ് ഗോപിയുടെ ഒരു പരാമർശം ഉണ്ടാകുന്നതും പിന്നീട് അതേ തുടർന്ന് വലിയ വിവാദമായതും BJP-യിൽ ഭിന്ന അഭിപ്രായം രൂപപ്പെട്ടതും ഓരോ ജില്ലാ നേതൃത്വവും തങ്ങളുടെ ജില്ലയ്ക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആവശ്യവുമായി രംഗത്ത് വരുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. അതിൽ പ്രഖ്യാപിക്കാത്തൊരു എയിംസിന്റെ പേരിലാണ് ഇതെല്ലാം, ഈ തർക്കമൊക്കെ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. തീർച്ചയായും അനുജ, സാധാരണഗതിയിൽ സുരേഷ് ഗോപി എന്തെങ്കിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ വിവാദമായി അല്ലെങ്കിൽ എതിർ സ്വരവുമായി വരുന്നത് സാധാരണ CPM-ഓ കോൺഗ്രസോ എല്ലാമാണ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറുകയാണ്. BJP-യിൽ നിന്ന് തന്നെ സുരേഷ് ഗോപിയുടെ വാദത്തിന് ആലപ്പുഴയിൽ എയിംസ് വരട്ടെ എന്നുള്ള സുരേഷ് ഗോപിയുടെ വാദം, അതിൽ സ്വതന്ത്രമായ ശൈലിയിൽ സുരേഷ് ഗോപി ഉറച്ചു നിൽക്കുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അംഗീകാരമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമോ ഒന്നും നടത്തിയിട്ടില്ല. അതേസമയം ഈ സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം വരുന്നത് തൊട്ട് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്ന് ജില്ലാ പ്രസിഡന്റുമാർ തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറയുന്നത് ഇത് 2021 മുതലുള്ള ആവശ്യമാണ്, തിരുവനന്തപുരത്തിന് എയിംസ് വേണമെന്നുള്ളത്. നെട്ടുകാൽ തേരി, അതായത് കള്ളിക്കാട് പഞ്ചായത്തിന് കീഴിൽ ഏകദേശം 250ഓളം ഏക്കർ സ്ഥലം ഇപ്പോഴും ഫ്രീ ആയി കിടപ്പുണ്ട്. അവിടെ വരട്ടെ, അതാകുമ്പോൾ തമിഴ്നാടിന് കൂടി അതിൻ്റെ ഒരു ഗുണഫലം കിട്ടുമല്ലോ എന്നുള്ള ആവശ്യമാണ് ഈ കരമന ജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായി വിവിധ ജില്ലകളിൽ നിന്നുള്ള അധ്യക്ഷന്മാർ തങ്ങളുടെ ജില്ലയിൽ ഈ എയിംസ് വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കരമന ജയന്റെ വിഷയത്തിലേക്ക് വന്നാൽ, ജയൻ കഴിഞ്ഞ തവണ പാറശാലയിൽ മത്സരിക്കുമ്പോൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനമായ ഒരു പ്രചാരണ ആയുധവും പാറശാലയിൽ എയിംസ് കൊണ്ടുവരും, പാറശാല നിയോജക മണ്ഡലത്തിന് കീഴിൽ എയിംസ് കൊണ്ടുവരുമായിരുന്നു. ഈ രീതിയിൽ ഓരോ ഈ സുരേഷ് ഗോപി ആലപ്പുഴയിൽ വരണമെന്ന് പറയുന്നു, ഒപ്പം കരമന ജയനും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും അടക്കമുള്ളവർ അവിടെ എല്ലാം വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ പരസ്യ പ്രസ്താവനകൾ നിയന്ത്രിക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാന BJP നേതൃത്വത്തിനുണ്ട്. നേരത്തെ സംസ്ഥാന BJP നേതൃത്വം അത് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ പരാതിയുമായി അനൂപ് ആന്റണി പോയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പരാതികളുമായി ഇനിയും ഇവിടെ സംസ്ഥാന നേതൃത്വം, അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ അങ്ങനെ എത്താനുള്ള സാധ്യതയുണ്ട്. ദേശീയ നേതൃത്വത്തെ പരാതി അറിയിക്കുമെന്ന വിവരമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.